ടു മൈ വെന്യൂ. അപ്പൊ ഇന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുർത്തി ചെയ്യാന്ന് വെച്ചാൽ എല്ലാരും ഒന്ന് ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന പറയുമ്പോൾ വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ ചെയ്യാന്ന് വെച്ചു. ഇതിൽ നമുക്ക് ക്രഷ്ഡിലും ചെയ്യാൻ വേണമെങ്കിൽ പ്ലെയിൻ ജോർജറ്റ്. ഇതൊരു ഇരുണ്ട റാണി കളറാണ് കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഒരു സ്ലിം ആയിട്ട് ഇപ്പൊ ഞാൻ ഇട്ടപ്പോ തന്നെ എനിക്ക് അത്യാവശ്യം ഇച്ചിരി വണ്ണമുള്ളത് ആണ്. ഇപ്പൊ ഇച്ചിരി അത്രയും തോന്നണില്ല. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വന്നിട്ട് എല്ലാവരുടെ ഡൗട്ടാണ് ഈ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരുമ്പോൾ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത്, നല്ല ഒതുങ്ങി തോന്നും. പ്രത്യേകിച്ച് ഈ സ്ട്രെയിറ്റ് വി നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇത്തിരി വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി തോന്നും. ഹെയർലൈൻ പാറ്റേൺ ആണ്. നമുക്കിത് റാണി ഡാർക്ക് ഒരു കരിഞ്ഞ മെറൂണിന്റെ ലുക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. ഇത് കാണുമ്പോൾ ഒരു മെറൂണ് ആയിട്ട് തോന്നും. ഒരു റാണി കളറാണ്. കളർ കസ്റ്റമൈസേഷനും പോസിബിൾ ആണ്. ബോട്ടിൽ ഗ്രീൻ, അതായത് കോമൺ ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. ബോട്ടിൽ ഗ്രീന്, ബ്ലാക്ക്, മെറൂണ്, റെഡ്, ഓഫ് വൈറ്റ്, റോയൽ ബ്ലൂ, നേവി ബ്ലൂ, ഇങ്ങനത്തെ അല്ലാത്ത കളേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഗൂഗിളിൽ നിന്ന് എനിക്ക് എക്സാക്ട് പിക്ക് എടുത്ത് തരിക. അപ്പം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വിത്ത് ഹാൻഡ് വർക്ക്, എയർലൈൻ പാറ്റേൺ, പ്ലീറ്റ്സ് ഇതെല്ലാം കൂടി ഞാനൊരു 1999 റേറ്റിലേക്കാണ് ഇട്ടേക്കുന്നത്. കാരണം അതിന് മേലെ ഹാൻഡ് വർക്കും എയർലൈനും പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ഒരു 20 വർക്കിംഗ് ഡേയ്സ്, 15 to 20 വർക്കിംഗ് ഡേയ്സ് എങ്ങനെ നമ്മൾ എടുക്കും. അപ്പോൾ കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ കളേഴ്സിലോട്ട്. പിന്നെ ഇത് തന്നെ പാറ്റേൺ ഞാൻ വേറെ കുറച്ചും കൂടി ക്രഷ്ഡിലോട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഗ്രീനിൽ ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ ഗ്രീൻ. അത് സോഫ്റ്റ് ക്രഷ്ഡ് ഓർഗൻസ, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പൊ അതിന് നമുക്ക് റേറ്റ് ഡിഫറൻസ് വരും. അത് നമുക്ക് എന്താ പറയാ, ഞാൻ അത് വേറെ ഇത് കാണിച്ചു തരാം. അപ്പൊ ഇത് അടിപൊളിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പാടില്ല, നല്ല രസമാണ്. എന്താ പറയാ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നല്ല സ്ലിം ആയിട്ട് തോന്നും. ഇതുപോലെ ഈ ഒരു പടി വെച്ചിട്ട് ഇതിനകത്തോട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഹാൻഡ് വർക്ക് നല്ല ചെറിയ ഗോൾഡൻ ബീഡ്സ് ഇട്ടിട്ട് ഒരു നല്ല ഈ ഒരു ബസ് ലെവലിന്റെ ഇവിടെ നല്ല വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. 48 ലെങ്ത് ആണ്. ഒരു ഫ്രോക്ക് പോലെയൊക്കെ നമുക്ക് വെയർ ചെയ്യാം. ഇതുപോലെ തന്നെ താഴെ ഒരു ബോട്ടം വേണമെന്നില്ല. ഇപ്പൊ എല്ലാവരും ബോട്ടംസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് ചെറിയൊരു ആംഗിൾ ലെങ്ത് ഒക്കെ ഇട്ടിട്ട് ആണ് ചെയ്യുന്നത്. സ്ലീവിലോട്ട് വർക്ക് കൊടുത്തിട്ടില്ല, കാരണം അത്യാവശ്യം ഇത് തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നിങ്ങൾക്ക് അതും സ്പെഷ്യലി കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ ചെയ്തുതരാം. ഞാൻ ഈ പറഞ്ഞ വർക്കിംഗ് ഡേയ്സ് എടുക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ. ക്രഷ്ഡിലോട്ട് വേണമെങ്കിലും ചെയ്യാം, അതല്ല പ്ലെയിൻ ജോർജറ്റ് റാണി പിങ്കിലോട്ട് ആണ് ചെയ്തത്. ക്രഷ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് ഡിഫറൻസ് ഒരു മീറ്റർ വരും. അത് കാരണം ഒത്തിരി ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതുപോലെ 48 ലെങ്ത്, അടിപൊളി കളറാണ്. ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഇതേപോലെ ഇട്ടതാണ് ഭയങ്കര ഭംഗിയായിട്ടോ. ഭയങ്കര എന്താ പറയുക, എനിക്ക് എന്റെ ഫേവറേറ്റ് കളറിൽ ഒന്നാണ് ഈ ബോട്ടിൽ ഗ്രീൻ. നമുക്ക് നല്ല ബ്രൈറ്റ്നെസ് തോന്നും, ഭയങ്കര എന്താ പറയാ, നമുക്ക് നല്ല ഫെയർ ആയിട്ട് തോന്നുന്നത് തന്നെ. അടിപൊളി കളറാണ്, എല്ലാവർക്കും മാച്ച് ആവുന്ന കളറാണ്. അത് ഇത് ചെയ്തേക്കുന്നത് നമ്മൾ ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു 3000 റേഞ്ചിലേക്ക് വരും, 2850 ആ റേഞ്ച് വരും. കാരണം ആ ഫാബ്രിക് തന്നെ അത്രയും ഇതാണ്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഒരു ഫെദർ പോലെ ഇത്രയും സ്മൂത്ത് ആണ് ആ ഫാബ്രിക്. അതേസമയം നമുക്ക് ജോർജറ്റിലോട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇത്രയും റേറ്റ് വരില്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തുതരാം. അപ്പം ഈ ഒരു കുർത്തി ഇത് നമ്മൾ ജോർജറ്റിലോട്ട് ബോട്ടിൽ ഗ്രീൻ കളറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന റേറ്റ് 1750 ആണ്. അപ്പോൾ ജോർജറ്റിലോട്ട് കേട്ടോ. ഞാനിപ്പോ വേറെ ഏതൊക്കെ ക്രഷ്ഡ് ഓർഗൻസിയാണ്, സാറ്റിൻ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള. പക്ഷെ അത് നമുക്ക് ചെയ്യുമ്പോൾ റേറ്റ് കൂടും. ഞാൻ പാറ്റേൺ ഒന്ന് കാണിച്ചു തന്നാൽ ഈ ലുക്ക് തന്നെയായിരിക്കും. ബോട്ടിൽ ഗ്രീൻ കളർ ആയിരിക്കും, ഇതുപോലെ തന്നെ വർക്കായിരിക്കും. ഈ ഒരു പടി വെച്ചിട്ട് ഈ ഒരു വർക്കായിരിക്കും. നെക്ക് സ്ട്രെയിറ്റ് വി വെച്ചിട്ട് ഇതേ പാറ്റേൺ തന്നെ ബോട്ടിൽ ഗ്രീൻ സെയിം ഈ ലുക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 20 വർക്കിംഗ് ഡേയ്സ്, 15 to 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.